ഇത് VCO2 മൊഡ്യൂളിൽ എങ്ങനെ കൂടുതൽ ഇപ്പോൾ കമാൻഡുകളിലോ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമാൻഡുകൾ ചേഞ്ച് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ വീഡിയോസാണ്. അപ്പോൾ ആദ്യം ക്രോമിൽ ചെന്നിട്ട് voiceaithinker.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരുമ്പോൾ ആദ്യം തന്നെ ഓട്ടോ ട്രാൻസ്ലേറ്റ് കൊടുക്കാണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കണം. ഇത് പൊതുവേ ആദ്യം കയറുമ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഓൾറെഡി ലോഗ്ഡ് ഇൻ ആണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് നെയിമും ഇമെയിൽ ID യും ഒക്കെ കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളത് കാരണം ഞാനങ്ങനെ ചെയ്യുന്നില്ല. എന്നിട്ട് ഞാനിവിടെ ക്രിയേറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനിലോട്ടാണ് ആദ്യം തന്നെ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്നുകൂടി ലോഗിൻ ചെയ്യാം ഇവർ പറയും. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്ത് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയാന്നിട്ട് ഒന്നുകൂടി ഇവിടെ ഈ ക്രിയേറ്റ് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേനും കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്ത് ആദ്യം ലാമ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് ഈ സീലിംഗ് ലാമ്പ്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ അതിനകത്തുനിന്ന് ഇവിടെ ഓഫ്ലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അതിലായിട്ട് VCO2 എന്ന് പറയുന്ന മൊഡ്യൂൾ സെലക്ട് ചെയ്യുക. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മൊഡ്യൂൾ. ഇവിടെ പേരെന്നുള്ളത് ഇപ്പോൾ ഞാൻ പ്രകാരം ഡെമോ എന്ന് പേര് കൊടുക്കുവാണ്. എന്നിട്ട് അതിൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് സേവ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഒരു നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലം ഇതായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും ചെയ്യണ്ട. ഇതിലാദ്യം തന്നെ ഇതെല്ലാം അതിനകത്തുള്ള ഓരോ GPIO പിൻസ് അതെല്ലാം ജസ്റ്റ് ഒന്ന് GPIO ആക്കി ഇടുക. ഓക്കെ, അപ്പോൾ ഈ വേക്കപ്പ് കസ്റ്റമൈസേഷൻ അവിടെയാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന എക്സലിൽ നിന്ന് ഇപ്പോൾ ഹായ് സിപ്പി, ഹേ സിപ്പി, ഹലോ സിപ്പി ഈ 4 ഓപ്ഷൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇവിടെ നേരെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ഈ പേരിടാമെന്നടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പേരിടാൻ കഴിയില്ല. എക്സാമ്പിൾ ഇംഗ്ലീഷ് വേർഡുകൾ പൊതുവേ പറ്റാറില്ല, ചൈനീസ് വേർഡുകളാണ്. അപ്പോൾ സിപ്പി എന്ന് പറയുന്ന വേർഡ് എന്തുകൊണ്ടോ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഈ 4 ഓപ്ഷനും ഇങ്ങനെ ആഡ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത്രയും ഈ എക്സാക്റ്റ് ആയിട്ട് ഇപ്പോൾ ഹലോ സിപ്പി, ഹേ സിപ്പി എന്നൊക്കെ വിളിക്കുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞു. എന്നിട്ട് ഇതിൽ വേക്കപ്പ് സെൻസിറ്റിവിറ്റി എന്നുള്ളത് ഹൈയിലിടുക. എന്നിട്ട് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ട് നമ്മളിപ്പോൾ ഹൈ സിപ്പി എന്ന് വിളിച്ച് കഴിയുമ്പോൾ എന്താണ് ഇതിൻ്റെ റെസ്പോൺസ്, ഫസ്റ്റ് വരുന്ന റെസ്പോൺസ് എന്താണെന്നുള്ളത് അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹലോ, മൈ നെയിം ഈസ് സിപ്പി, വെൽക്കം ടു MES കോളേജ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. അത് ഞാനിത് കോപ്പി ചെയ്തിട്ട് ആദ്യത്തേൻ്റെ ഇതിവിടെ ഇടുവാണ്. ഇതിങ്ങനെ എത്ര എണ്ണം വേണേലും കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒന്നിന് മാത്രമേ മാറ്റി കൊടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഓൾറെഡി ഉള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ വോയിസ് കമാൻഡുകൾ കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പം മൊത്തവും ഇത്രയും കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ഓരോന്നായിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി ഇതിൽ നിന്ന്. ഇപ്പോൾ ആദ്യം ഞാനിവിടെ നിന്ന് ഓഫീസ് എന്നുള്ളത് എടുക്കും. ഇതൊരു ജസ്റ്റ് ഒരു നെയിമാണ്, അതിൽ വലിയ കാര്യമില്ല. അതിവിടെ ഇങ്ങനെ കൊടുക്കണം. എന്നിട്ട് ഇവിടെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ എക്സൽ ഷീറ്റിൽ ഞാൻ ഇപ്പോൾ ഓഫീസ് എന്ന് പറയുന്ന ഇപ്പോൾ ഓഫീസ് എവിടെയാണെന്നുള്ളതിൻ്റെ ചോദ്യത്തിന് പലതരത്തിൽ ആളുകൾക്ക് ചോദിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ഓരോ കാര്യത്തിനും ഒത്തിരി ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഓഫീസിന് ജസ്റ്റ് ആരെങ്കിലും പറഞ്ഞാലും റെസ്പോണ്ട് ചെയ്യും, വേർ ഈസ് ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യും, അല്ലെ വേർ ക്യാൻ ഐ ഫൈൻഡ് ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ കുറേ ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ ഇത് കൂടുതൽ റെസ്പോൺസീവ് ആയിക്കോളും. അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ജസ്റ്റ് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉള്ളതെല്ലാം കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുവാണ്. ഇത് പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ഇവിടെ ഒരു ബാറുണ്ട്. അതിവിടെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. എക്സെപ്റ്റ് ദി ലാസ്റ്റ് വണ്ണിന് മാത്രം അത് വേണ്ട, ബാക്കി എല്ലാത്തിനും ഒരു ബാറ് വേണം. അങ്ങനെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ്
ഓഫീസ് എവിടെയാണെന്ന് ഇപ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ അതിൻ്റെ റെസ്പോണ്ട് കൊടുക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഈ ഒരു സെയിം പ്രോസസ്സാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇങ്ങനെ ആഡ് വൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എത്ര വേണേലും ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതേ, വേർ ഈസ് പ്രിൻസിപ്പൽ ഓഫീസ്, വേർ ക്യാൻ ഐ ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ഓഫീസ്, അങ്ങനെയുള്ളത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു /s എന്ന് വരത്തില്ലേ, അതൊക്കെ സെപ്പറേറ്റ് വേർഡായിട്ട് ഇത് കൺസിഡർ ചെയ്യുള്ളൂ. ഇപ്പോൾ പ്രിൻസിപ്പൽ എന്നാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നതെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് തന്നെ പറയണം. പ്രിൻസിപ്പൽസ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന എക്സാക്റ്റ് ചോദ്യം അതുപോലെ തന്നെ ചോദിച്ചാലേ അത് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഓക്കെ, ചിലപ്പോൾ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എക്സ്ക്ലമേഷനൊക്കെ വരും മറ്റത്ത്, അതൊക്കെ എടുത്ത് കളയണം. ഇതുപോലെ എത്ര ക്വസ്റ്റ്യൻസ് വേണേലും ആഡ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രോസസ്സ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല, ആദ്യം തൊട്ട് ഒന്നുകൂടി ചെയ്യേണ്ടി വരും ഇപ്പോൾ ചെയ്ത സ്റ്റെപ്പുകളെല്ലാം. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും കൊടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് 14 ക്വസ്റ്റ്യൻസോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 14 ക്വസ്റ്റ്യൻസ് ഓരോ വട്ടം നിങ്ങൾ ആഡ് ചെയ്തേ പറ്റൂ. എന്തെങ്കിലും ചേഞ്ചസ് ഇതിൽ വരുത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം ആദ്യം തൊട്ട് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ കൊടുക്കുന്നത് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അടുത്ത വട്ടം ഈ ഫേംവെയർ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അതുപോലെ എല്ലാം ഇങ്ങനെ കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഫുള്ള് കാണിക്കുന്നില്ല, ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കുക. 14 എണ്ണോളം ഉണ്ട്, എല്ലാം ഇങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ റെക്കഗ്നിഷൻ സെൻസിറ്റിവിറ്റി എന്നുള്ളത് ഹൈയിലിടുക. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇവിടെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോബോട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് ഹലോ സിപ്പി അല്ലെ ഹേ സിപ്പി എന്ന് പറഞ്ഞതിന് ശേഷമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ചില ക്വസ്റ്റ്യനൊക്കെ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാണ്ട് തന്നെ റെസ്പോണ്ട് ചെയ്തോളൂ, വേക്കപ്പ് ചെയ്യാണ്ട് തന്നെ റെസ്പോണ്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഈ സിംഗിൾ വേർഡ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഓഫീസ്, പ്രിൻസിപ്പൾ, അങ്ങനെയുള്ള എനിക്കിഷ്ടമുള്ള 1-2 എണ്ണമൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇവിടെ കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് കൊടുക്കുക, സെലക്ട് ഓൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇത് പല വോയിസുകളുണ്ട് ഇതിൽ ചെയ്യാൻ പറ്റുക. അതിലിപ്പോൾ ഞാൻ കറൻ്റ്ലി കൊടുത്തിരിക്കുന്നത് ഈ ഫീമെയിൽ അനൗൺസർ എന്ന് പറയുന്നതാണ്. എന്നിട്ട് ഇതിലെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു 70-75 ഇടുന്നതാണ് നല്ലത്. എന്നിട്ട് സ്പീച്ചിൻ്റെ സ്പീഡ് ഓഫ് സ്പീച്ച് എന്നുള്ളത് ഞാനൊരു 60 ഇടുവാണ്. അതാണ് ഞാൻ നോക്കിയിട്ട് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതെന്താണെന്നുള്ളത് നമുക്ക് അത്ര ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ട് വലിയ ഡിഫറൻസ് ആക്ച്വലി വന്നിട്ടില്ല ഞാൻ ചെയ്തപ്പോഴത്തേനും. അടുത്തത് പിന്നെ ഉള്ളത് ബൂട്ടാണ്. ഈ ബൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൺട്രോളറിലോട്ട് പവർ കൊടുക്കാൻ ആദ്യം ടേൺ ഓൺ ആകാന്നേരത്ത് എന്ത് പറയും എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഈ റോബോട്ടിന് അങ്ങനെ ഓൺ ആകുന്നിടത്ത് ഞാൻ ടേണിങ് ഓൺ എന്ന് പറഞ്ഞ് ഇത് ഓട്ടോമാറ്റിക്കലി പറയും. അപ്പോൾ അത് ഞാൻ കൊടുക്കുവാണ് ഇവിടെ. അപ്പോൾ ആദ്യം ഇവിടെ ഹാസ് ബൂട്ട് ബോഡ്കാസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ടേണിങ് ഓൺ എന്നുള്ളത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോൾ റോബോട്ട് ഓൺ ആയാലും ആ കൺട്രോളറിൽ പവർ കിട്ടുമ്പോഴത്തേനും ടേൺ ഓൺ ആകുന്നിടത്ത് ടേണിങ് ഓൺ എന്ന് പറഞ്ഞ് അത് പറഞ്ഞോളൂ. എന്നിട്ട് ഇവിടെ ഇത് 60 സെക്കൻഡ് ഒക്കെ. ഇതെന്താണെന്ന് വെച്ചാൽ ടൈം ഔട്ടാണ്. ഇപ്പോൾ കുറേ നേരമായിട്ട് റോബോട്ട് ഓണായിട്ടിരിക്കുകയാണ്, ഇത് ഓട്ടോമാറ്റിക്കലി സ്ലീപ്പിൽ പോകും. അപ്പോൾ 60ലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അതാണ് ഏറ്റവും ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ക്വിറ്റ് ഫോർ റിപ്ലൈ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 60 സെക്കൻഡ് കഴിയാത്ത ഇത് ഓട്ടോമാറ്റിക്കലി സ്ലീപ്പിലോട്ട് പോകും. അപ്പോൾ സ്ലീപ്പിലോട്ട് പോകാൻ നേരത്തെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 60 സെക്കൻഡ് കഴിയാന്നിട്ട് പ്ലീസ് കോൾ മീ ഇഫ് നെസസറി എന്ന് പറഞ്ഞിട്ട് ഇത് സ്ലീപ്പിലോട്ട് പോകും. അതിനിപ്പോൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ അടുത്തത് ഇതിപ്പോൾ 60 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്വിറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് മാനുവലി ഇതിനെ ക്വിറ്റ് ചെയ്യാൻ പറയും വോയിസ് കമാൻഡ് വെച്ചിട്ട്. അതിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ക്വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ട് ഓട്ടോമാറ്റിക്കലി സ്ലീപ്പിലോട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 1-2 കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗുഡ് ബൈ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ആഡ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാം. അതുപോലെ ഗോ ടു സ്ലീപ്പ് എന്നുള്ളത് ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചോദ്യങ്ങളിൽ ഇപ്പോൾ ക്വിറ്റ് എന്ന് ഞാൻ പറഞ്ഞു,
അപ്പോൾ അല്ലെങ്കിൽ ഗുഡ് ബൈ അല്ലെങ്കിൽ ഗോ ടു സ്ലീപ്പ് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും കൺട്രോളർ തിരിച്ചു തരുന്ന റെസ്പോൺസാണ് ഇഫ് പ്ലീസ് കോൾ മീ ഇഫ് നെസസറി എന്ന് പറയുന്നത്. അതിൽ വേറെ വേണേൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ മേക്ക് ന്യൂ വേർഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കാണിക്കുന്നത്. ഇവിടെ ബിൽഡ് SDK എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഒക്കെ വരെ എടുക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ അവരുടെ സെർവറിൻ്റെ ഒക്കെ അനുസരിച്ചാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുവരെ വെയിറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. ഈ പ്രോസസ്സൊക്കെ ഇപ്പോൾ ഏത് സിസ്റ്റത്തിലാണെങ്കിലും ചെയ്യാൻ പറ്റും. മാക് ആണെങ്കിലും വിൻഡോസിലാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് വിൻഡോസിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അടുത്ത പ്രോസസ്സ് ഫേംവെയർ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിനകത്ത് ഈ ഡൗൺലോഡ് ഫേംവെയർ ക്ലിക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ 2 വട്ടം ക്ലിക്ക് ചെയ്യേണ്ട വരും. ആദ്യത്തെ വട്ടമാണെന്നുണ്ടെങ്കിൽ അത് കീപ്പ് കൊടുത്താൽ മതി. ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫയൽ ഇങ്ങനത്തെ ഒരു സിപ്പ് ഫയലായിരിക്കും. അത് അൺസിപ്പ് ചെയ്ത് കഴിയാന്നിടത്ത് ഇങ്ങനെ ഒരു ഫോൾഡർ വരും. ആ ഫോൾഡറിനകത്ത് യൂണി ആപ്പ് റിലീസ് update.bin ഈ ഫയലാണ്. ഇതാണ് നമ്മുടെ ഫേംവെയർ. ഇതാണ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഞാൻ വിൻഡോസ് ലാപ്ടോപ്പിൽ ബാക്കി പ്രോസസ്സ് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഞാൻ ആ ഒരു ഫയൽ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്, വിൻഡോസ് സിസ്റ്റത്തിനകത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. അതിനാദ്യം നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോകണം. വെബ്സൈറ്റിലോട്ട് പോയിട്ട് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയാന്നിട്ട് നമുക്ക് ഇവിടെയുണ്ട് ഫേംവെയർ ഡൗൺലോഡ് ബേണിംഗ് ആൻഡ് ഡീബഗിങ് ടൂളാണിത്. അപ്പോൾ അതിനകത്ത് നമുക്ക് VCO2 ആണ് നമുക്ക് വേണ്ടത്. അപ്പോഴത്തേനും ഈ ഒരു ലിങ്കിൽ പിടിച്ച് ഞെക്കിയാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയിക്കോളും. ഇതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. uni1 update tool.exe എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചോളും. എന്നിട്ട് നമ്മുടെ കൺട്രോളർ ഇതിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതായിരിക്കും റോബോട്ടിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതിനുള്ളിലാണ് അതിൻ്റെ ഇതാണ് VCO2 കൺട്രോളർ. എന്നിട്ട് ഇതിലൊരു USB കേബിളും ഉണ്ടാവും. ഈ USB കേബിൾ ഈ ഒരു ചാർജിങ് മൊഡ്യൂളാണ്. അതിലോട്ടായിരിക്കും ഈ കേബിളിൻ്റെ അറ്റം കണക്ട് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അത് അതിൽ നിന്നൊന്ന് ഊരിയിട്ട് വേറൊന്നിലും ഡാമേജ് വരാത്ത രീതിയിൽ കെയർഫുള്ളായിട്ട് ഊരിയിട്ട് അത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോഴത്തേനും ആക്ച്വലി ഒരു ഒച്ചയും കേൾക്കും ചെറുതായിട്ട്. അപ്പോൾ ഇവിടെ COM3 എന്നുള്ള കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടണെ ഞെക്കിയിട്ട് നമ്മുടെ ആ ഫയൽ എടുക്കണം. ഇപ്പോൾ ഡൗൺലോഡ്സിനകത്ത് ഇതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക, എന്നിട്ട് ഇതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ VCO2 2 ബട്ടൺ ഉണ്ട്. അതിൽ ഇങ്ങേ അറ്റത്തുള്ള ഇവിടുത്തെ ഒരു ചെറിയൊരു ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യണം. ഇങ്ങനത്തെ സിറ്റുവേഷൻ കാണിക്കാൻ ഇച്ചിരി പാടാണ്. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിലിങ്ങനെ അപ്ലോഡിങ് % കാണിച്ചോളൂ. ഇത് കംപ്ലീറ്റ് ആകാൻ നേരത്ത് നമ്മൾ ചെയ്ത ഫേംവെയർ അതുപോലെ തന്നെ ഇതിലോട്ട് അപ്ലോഡ് ആയിക്കോളും. പിന്നെ ഒരു കാര്യം, ഈ ഒരു VCO2 എന്ന് പറയുന്ന കൺട്രോളർ ഭയങ്കര സെൻസിറ്റീവാണ്. ഒരു ചെറിയൊരു വോൾട്ടേജ് ഫ്ലക്ച്വേഷനോ എന്തെങ്കിലും ഒരു ചെറിയൊരു കണക്ഷൻ ഡിഫറൻസോ മാറിക്കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ അത് അടിച്ചു പോകത്തുള്ളൂ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കൺട്രോളറാണ്. ഓക്കെ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഒച്ചയും കേട്ടല്ലോ. ഒച്ച കേൾക്കും. നമ്മൾ ടേണിങ് ഓൺ പവർ കൊടുക്കാൻ നേരത്ത് നമ്മൾ ടേൺ ഓൺ എന്ന് പറയുന്നൊരു കമാൻഡായിരുന്നല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് കേൾക്കാൻ കഴിയും. ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ.